കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കാൻ കോംപ്രമൈസ് ചെയ്യുക, നമ്മുടെ ജോലിയിൽ കോംപ്രമൈസ് ചെയ്യുക, നമ്മുടെ വീട്ടുകാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുക, നമ്മുടെ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യുക, നമ്മൾ എന്ത് പറയുക, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ചിലവഴിക്കുന്ന സമയങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുക, ടി വി കാണുന്നതിൽ കോംപ്രമൈസ് ചെയ്യുക, മൊബൈൽ കുത്തുന്നതിൽ കോംപ്രമൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു വിഷയങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്ത് വന്ന് കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇനിയും കൂടുതലായി അടുത്ത് വരാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇനിയും നന്നാക്കാൻ ഇനിയും സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ പലതിലും പെട്ടുകിടക്കാണ്. ഞാനൊക്കെ എന്താ പറയുക, ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത ഒരാളാണ്. ഞാൻ തന്നെ എന്നോട് പറയും, എനിക്ക് റെസ്റ്റില്ല, ഞാൻ ഉറങ്ങണം, ഞാൻ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം. ഈ ഉറങ്ങി എവിടെയാണ്? കർത്താവ് പറയുന്നത് പോലെ മടിയാ, നീ ഇങ്ങോട്ടായി പോകുന്നേ. നമ്മളിങ്ങനെ കുറച്ച് നേരം ഉറങ്ങും, ഇങ്ങനെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് വരുമ്പോൾ, കർത്താവ് കള്ളനെ പോലെ വരുമ്പോൾ നമ്മൾ